ഒരു കാർ മേടിച്ചിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ മറന്നോ? ഡോണ്ട് മേക്ക് ദിസ് മിസ്റ്റേക്ക് അഗെയിൻ. ഇന്ത്യയിൽ 10 ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന ഒരു കാർ മേടിക്കുമ്പോൾ അതിൽ 1% TCS ഡിഡക്റ്റ് ആവും. പക്ഷേ ഇത് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. TCS മീൻസ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. ഒരു 20 ലക്ഷം രൂപയുടെ കാറിന് 20,000 റുപ്പീസ് ഡിഡക്റ്റ് ആവും. 40 ലക്ഷത്തിന്റെ SUV ആണെങ്കിലോ 40,000 റുപ്പീസ് ഡിഡക്റ്റ് ആവും. ഈ പണം ഡീലർ കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കുന്നു. അത് നിങ്ങളുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ആവുന്നു. ഇറ്റ് ബിക്കംസ് യുവർ അഡ്വാൻസ് ടാക്സ് വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ലേറ്റർ. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആദ്യം 26 AS ചെക്ക് ചെയ്യുക. ഈ എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ആവും. എന്നിട്ട് അത് നിങ്ങളുടെ ITRൽ ക്ലെയിം ചെയ്യുക. അത് നിങ്ങളുടെ ടോട്ടൽ ലൈബിലിറ്റിയിൽ അഡ്ജസ്റ്റ് ആവും. ഇനി നിങ്ങളുടെ ടോട്ടൽ ടാക്സ് TCSനേക്കാൾ കുറവാണെങ്കിൽ ബാലൻസ് റീഫണ്ട് ആയിട്ട് കിട്ടുന്നു. ഇനി ടാക്സ് ലൈബിലിറ്റി ആണ് ഹയർ എങ്കിൽ അത് അതിൽ അഡ്ജസ്റ്റ് ആവുന്നു. അമിത് ഒരു 30 ലക്ഷം രൂപയുടെ ക്രെറ്റ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അതിൽ 30,000 രൂപ TCS ആയിട്ട് ഡിഡക്റ്റ് ആവുന്നു. അമിത്തിന്റെ ടാക്സ് ലൈബിലിറ്റി 50,000 രൂപയാണെങ്കിൽ 30,000 രൂപ ഡിഡക്ട് ചെയ്ത് ബാക്കി 20,000 മാത്രം ടാക്സിൽ പേ ചെയ്താൽ മതി. ഇനി 20,000 രൂപയാണ് ടാക്സ് ലൈബിലിറ്റി എങ്കിൽ ബാക്കി 10,000 റീഫണ്ട് ആയിട്ട് കിട്ടുന്നു. സിമ്പിൾ മാത്ത്. ഓൾസോ ഫോർ ഫോം 27D ഡീലർ തരുന്ന TCS സർട്ടിഫിക്കറ്റ് ഒരു ബാക്കപ്പ് ആയിട്ട് വെക്കാൻ നല്ലതാണ്. ഇനി ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിലോ എമൗണ്ട് 26 ASൽ കാണിച്ചില്ലെങ്കിലോ ഇത് ഉപയോഗിക്കാം. സോ മേക്ക് ഷുവർ യു കളക്ട് ഇറ്റ് ഫ്രം ഡീലർ ആസ് പ്രൂഫ്. നിങ്ങൾ ഈ റീഫണ്ട് യൂസ് ചെയ്തോ? ലെറ്റ് us know in the comments.